ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പാസേജ് തന്നു ഞാൻ. അതിൻ്റെ ട്രാൻസ്ലേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് മുഴുവനാക്കിയിട്ടില്ല. അതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് ഇന്ന് നമുക്ക് ചെയ്യേണ്ടത്. അതായത് സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേഷൻ എന്താണെന്ന് നോക്കിക്കോളൂ. ബാക്കിയുള്ളതാണ് ശ്രീകൃഷ്ണൻ്റെ ഇത് പാസേജ് ഞാൻ തന്നുകൊണ്ടിരുന്നത്. അത് ഒരു കുറച്ച് പകുതി കഴിഞ്ഞു, ബാക്കി പകുതിന്. ശ്രീകൃഷ്ണ ദുഷ്ടാനാം നാശമകരോത്. ശ്രീകൃഷ്ണ ദുഷ്ടാനാം നാശമകരോത്. ദുഷ്ടാനാം ഏത് വിഭക്തി വന്നുകൊണ്ടിരിക്കുന്നതല്ല, ഷഷ്ടി ബഹുവചനം. ദുഷ്ടന്മാരുടെ, ദുഷ്ടാനാം നാശമകരോ. നാശമകരോത് എങ്ങനെ പറയാം? നാശം പ്ലസ് അകരോത്താണ് നാശമകരോത്. നാശം, നാശത്തെ അകരോത് ചെയ്തു. അകരോത്ത് പാസ്റ്റ് ടെൻസ് ആണ്, ലങ്ങാണ്. അകരോത് അകുരുതാം അകുർവൻ. അതിൻ്റെ ലട്ട് അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ് വർത്തമാനകാലം എങ്ങനെ വരും? അസ്തി, അസ്തി അല്ല, കരോതി, കരോതി കുരുതഃ കുർവന്തി. കരോതി കുരുതഃ കുർവന്തി. അപ്പോൾ ഇവിടെ നാശമകരോത്. കഹ നാശമകരോത്? ശ്രീകൃഷ്ണ. ശ്രീകൃഷ്ണൻ നാശമകരോത്. കേശാം, ആരുടെ? ദുഷ്ടാനാം, ദുഷ്ടന്മാരുടെ. അതും അവിടെ ഷഷ്ടി ബഹുവചനമാണ്. ദുഷ്ടസ്യ ദുഷ്ടയോഹോ ദുഷ്ടാനാം. ദുഷ്ടന്മാരുടെ നാശത്തെ ചെയ്തു. മനസ്സിലായി? സഹ സജ്ജനാനാം രക്ഷകഃ ആസീത്. സഹ, സഹ, സഹ കഹ ആരാ? ശ്രീകൃഷ്ണ. സജ്ജനാനാം, അവിടെയും ഷഷ്ടി ബഹുവചനം. സജ്ജനാനാം, സജ്ജനങ്ങളുടെ. രക്ഷകഃ, രക്ഷകൻ. ആസീത്, ആയിരുന്നു. അവിടെയും പാസ്റ്റ് ടെൻസ് ലങ്. ആസീത്, ആസ്താം, ആസൻ. പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ ലട്ട് അസ്തിസ്തഃ സന്തി. അപ്പോൾ സഹ, അദ്ദേഹം സജ്ജനങ്ങളുടെ രക്ഷകനായിരുന്നു. അതഹ, അതഹ സോ, അതുകൊണ്ട്. ജനാഹ തം, ജനങ്ങൾ. തം, അദ്ദേഹത്തെ. സഹ തൗത്തെ, തം, തൗത്താൻ. തം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അല്ലെങ്കിൽ അവനെ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. തച്ഛബ്ദം ദ്വിതീയ വിഭക്തി. അവനെ, അദ്ദേഹത്തെ. ഭഗവാൻ ഇതി കഥയന്തി. ഭഗവാൻ പ്ലസ് ഇതി, ഭഗവാൻ ഇതി. ഭഗവാൻ ഇതി കഥയന്തി, പറയുന്നു, പറയപ്പെടുന്നു. അത് മാത്രമല്ല, തസ്യ പൂജാം ച കുർവന്തി. തസ്യ പൂജാം, കസ്യ പൂജാം? ശ്രീകൃഷ്ണസ്യ പൂജാം. പൂജാം, പൂജ എന്ന് പറഞ്ഞാൽ ദ്വിതീയ ഏകവചനമാണ്. പൂജകളെ, പൂജയെ അല്ലെങ്കിൽ തസ്യ പൂജാം, അദ്ദേഹത്തിൻ്റെ. തസ്യ അവിടെ ഷഷ്ടി ഏകവചനം. തസ്യ തയോഹോ തേഷാം. തസ്യ പൂജാം, അദ്ദേഹത്തിൻ്റെ. പൂജയും ച കുർവന്തി, പൂജയും ചെയ്യുന്നു. എന്തുകൊണ്ട് രണ്ട് ചാവന്ന് ഇവിടെ? ഭഗവാൻ എന്ന് പറയുന്നു, അദ്ദേഹത്തെ പൂജിക്കുകയും ചെയ്യുന്നു. കുർവന്തി പ്രസന്റ് ടെൻസ്. കരോതി കുരുതഃ കുർവന്തി. മഹാഭാരതസ്യ യുദ്ധേ, മഹാഭാരതത്തിൻ്റെ യുദ്ധത്തിൽ. യുദ്ധേ സപ്തമി ഏകവചനമാണ്. യുദ്ധത്തിൽ. സഹ, അദ്ദേഹം. പാണ്ഡവാനാം, പാണ്ഡവന്മാരുടെ. ഷഷ്ടി ബഹുവചനം. സഹായകോ അഭവത്. സഹായകഃ അഭവത്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. സഹായകഃ പ്ലസ് അഭവത്, പ്രശ്ലേഷം വരുന്നത്. വിസർഗസന്ധി പഠിച്ചതാണ്. സഹായകോ അഭവത്. സഹായകഃ അഭവത്, സഹായകം ആയി തീർന്നു. ആര്? ആരുടെ? കേശം പാണ്ഡവാനാം, പാണ്ഡവന്മാരുടെ സഹായകമായി തീർന്നു. ആര്? അദ്ദേഹം. എപ്പോ? കഥാ? മഹാഭാരതസ്യ യുദ്ധേ, മഹാഭാരതത്തിൻ്റെ യുദ്ധസമയത്ത്. യുദ്ധക്ഷേത്രേ, യുദ്ധക്ഷേത്രത്തിൽ. അതും സപ്തമി ഏകവചനം. യുദ്ധക്ഷേത്രത്തിൽ. യഥാ അർജുന മോഹഗ്രസ്തോ അഭവത്. യഥാ, യഥാ, യഥാ തഥാ. യഥാ അതൊരു അവ്യയമാണ്. കഴിഞ്ഞതിലും വന്നു അവ്യയം. യഥാ തഥാ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴാണോ അപ്പോൾ. യഥാ സൂര്യ ഉദയതേ, എപ്പോഴാണോ സൂര്യൻ ഉദിക്കുന്നത്. തഥാ അന്ധകാരോ നശ്യതി, അപ്പോൾ അന്ധകാരം നശിക്കുന്നു. അപ്പം യഥാ തഥാ അത് അവ്യയമാണ്. യഥാ വരുമ്പോൾ ഇപ്പോൾ തഥായും വരും. എപ്പോൾ? അപ്പോൾ. അപ്പോൾ ഇവിടെ യുദ്ധക്ഷേത്രേ യഥാ അർജുന, എപ്പോഴാണോ അർജുനൻ. മോഹഗ്രസ്തോ അഭവത്, മോഹഗ്രസ്തഃ പ്ലസ് അഭവത്. മോഹഗ്രസ്തോ അഭവത്. അവിടെയും അതുപോലെ വിസർഗസന്ധി വന്നു. മോഹഗ്രസ്തൻ എന്ന് പറഞ്ഞാൽ മോഹാലസ്യപ്പെട്ട് വീണപ്പോൾ. തഥാ, അപ്പോൾ. കണ്ട, അപ്പോൾ. തഥാ സഹ ഉപാദിശത്. സഹ കഹ? ശ്രീകൃഷ്ണ. ഉപാദിശത്, ഉപാദിശത് ഉപദേശിച്ചു. ആരെ ഉപദേശിച്ചു?
അർജുനല്ലേ, അർജുന ഉപദേശിച്ച കാര്യം നിങ്ങൾക്കറിയാം. ശ്രീമദ് ഭഗവത്ഗീതായാം, ശ്രീമദ് ഭഗവത്ഗീതായാം, ഗീതായാം ഏത് വിഭക്തിയാണ്? സപ്തമി ഏകവചനം. സപ്തമി ഏകവചനത്തെ അർത്ഥം എന്താ? അതായത് ശ്രീമദ് ഭഗവത്ഗീതയിൽ തസ്യ ഉപദേശാഹ, തസ്യ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ, തസ്യ കസ്യാരുടെ? ശ്രീകൃഷ്ണസ്യ ഉപദേശാഹ ഉപദേശങ്ങൾ സംഗ്രഹീതാഹ സന്ധി സംഗ്രഹിച്ചിട്ടുണ്ട്, ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിട്ടുണ്ട്? ശ്രീമദ് ഭഗവത്ഗീതായ സംഗ്രഹീതാഹ സന്ധി അസ്തിസ്ഥ സന്ധി സംഗ്രഹിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ധർമ്മസ്യ സ്ഥാപനമകരോ, ശ്രീകൃഷ്ണ ധർമ്മത്തിൻ്റെ സ്ഥാപനം പുനഃസ്ഥാപിച്ചു എന്നൊക്കെ പറയും. സ്ഥാപനമകരോ, സ്ഥാപനം പ്ലസ് അകരോ, ഇതുപോലെ തന്നെ നാശം പ്ലസ് അകരോത്ത് വന്നതുപോലെ സ്ഥാപനം പ്ലസ് അകരോ, സ്ഥാപനമകരോ. അദ്ദേഹം എന്ത് ചെയ്തു? ധർമ്മത്തിനെ സ്ഥാപിച്ചു. ആത്മനഃ അമരതായാഹ ജ്ഞാനമയച്ഛത്. ആത്മനഃ അമരതായാഹ, ആത്മന എന്ന് പറഞ്ഞാൽ ആത്മാവ്, ആത്മാവിൻ്റെ, ആത്മൻ ശബ്ദത്തിൻ്റെ പഞ്ചമിയും വരും ഷഷ്ടിയും വരും, ഏകവചനം പഞ്ചമി ആൻഡ് ഷഷ്ടി. ആത്മനഃ ആത്മാവിൻ്റെ എന്താ? ആത്മനഃ ശ്രീകൃഷ്ണ ധർമ്മസ്യ ആത്മനഃ അമരതായാഹ, അമരത്വം എന്ന് പറഞ്ഞാൽ എന്താ? അമരത്വം നാശമില്ലാത്തത്, ഒരിക്കലും നാശമില്ലാത്തതാണ് അമരം, മരണമില്ലാത്തത് എന്നൊക്കെ പറയാം. അമരതായ മരണമില്ലാത്ത, അപ്പോൾ ആത്മാവെന്ന് പറയുന്നത് മരണമില്ലാത്തതാണെന്നാണ് ഇവിടെ ഭഗവത്ഗീതയിൽ പറയുന്നത്. ആത്മാവിന് മരണമില്ല. അങ്ങനെയുള്ള അമരതായ ജ്ഞാനം അയച്ചത്, അങ്ങനെയുള്ള ഒരു ജ്ഞാനം അയച്ചത്, ജ്ഞാനം പ്ലസ് അയച്ചത്, ജ്ഞാനം അയച്ചത് നൽകി, കൊടുത്തു ഒക്കെ അർത്ഥം. ജ്ഞാനം കൊടുത്തു. എന്താ അത്? ഫലം, ഇവിടെ കൊട്ടേഷനകത്ത് എഴുതിയിരിക്കും, ഫലം ത്യജിച്ചിട്ട്. കുതുവാന്തം കഴിഞ്ഞ പാസേജിൽ ഇതിനു മുമ്പുള്ളതിലും വന്നു. ത്യജിച്ചിട്ട്, ഫലം കർമ്മ കുരു. കർമ്മം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ പ്രവൃത്തി, ജോലി, പ്രവൃത്തി ചെയ്യൂ. ചെയ്യൂ. ഫലം ഫലം മാറ്റി വെച്ചിട്ട്, ഫലം അതായത് ഭാവം എന്ന് ഫലം ഇച്ഛിച്ചിട്ട് ജോലി ചെയ്യരുതെന്നാണ്. നമ്മൾ നമ്മളുടെ കർമ്മ ചെയ്യുക, അതിന് ഇത്ര കിട്ടുകയുള്ളൂ, അങ്ങനെ ഇത്ര ചെയ്യുള്ളൂ, അങ്ങനെ പറയാൻ പാടില്ല. അതായത് ഫലം ഫലം ഇച്ഛിക്കാതെ എന്ത് ചെയ്യുക? കർമ്മം ചെയ്യുക എന്നാണ്. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്താൽ മാത്രമേ അതിനൊരു ഇത് കിട്ടുകയുള്ളൂ. അതെന്ന് അദ്ദേഹം എന്ത് ചെയ്തു? നമ്മളെ അസ്മാൻ ഉപാദിശത്. അസ്മാൻ അഹം ആവാം വയം മാം ആവാം അസ്മാൻ. അസ്മത് ശബ്ദത്തിലെ ദ്വിതീയ ബഹുവചനം. അസ്മാൻ എന്താ? അസ്മാൻ അർത്ഥം, ദ്വിതീയയുടെ അർത്ഥം എന്താ? എന്നുള്ളത് നമ്മളെ ഉപദേശിച്ചു. നമ്മളെ ഉപദേശിച്ചു ആര്? ശ്രീകൃഷ്ണ. ഏതിലൂടെ? ഭഗവത്ഗീതായ. സഹ ഭാരതീയ സംസ്കൃതേഹേ ജ്ഞാനമയച്ഛത്. സഹ ശ്രീകൃഷ്ണ ഭാരതീയ സംസ്കാരത്തിൻ്റെ ജ്ഞാനം അയച്ഛത് നൽകി. തസ്യോപദേശാനാം തസ്യ പ്ലസ് ഉപദേശാനാം ഏതാണ്? ഷഷ്ടി ബഹുവചനം, ഉപദേശങ്ങളുടെ. അതാണ് തസ്യോപദേശാനാം. തസ്യ പ്ലസ് ഉപദേശാനാം, തസ്യോപദേശാനാം. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളുടെ അത് ഷഷ്ടിയായതുകൊണ്ടാണ് ഇവിടെ വന്നത്. സാരോ അസ്തി, സാരഹ പ്ലസ് അസ്തി. സാരം എന്ന് പറഞ്ഞാൽ എന്താ? ചുരുക്കം, അതിൻ്റെ ചുരുക്കം. അസ്തി എന്താണെന്ന് സാരം ഇതാണ്. ഏതാണ്? ഈ കൊട്ടേഷനകത്ത് എഴുതിയിട്ടുണ്ട്. ആത്മനഃ പുനഃ കർമാനുസാരം നവാനി ശരീരാണി ധാരയതി. ആത്മനഃ ധാരയതി, ആത്മാവ് ധരിക്കുന്നു. എന്ത് ധരിക്കുന്നു? ആത്മാവ് പുനഃ വീണ്ടും ധരിക്കുന്നു. എന്താണ്? കർമാനുസാരം, കർമ്മത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. നമ്മൾ ചിലത് നല്ല പ്രവൃത്തി ചെയ്യാം, ചിലപ്പോൾ ചീത്ത പ്രവൃത്തി ചെയ്യാം, നല്ലതും ചീത്തയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ കർമാനുസാരം നമ്മളുടെ പ്രവൃത്തി അതാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ല പ്രവൃത്തിയാണോ,
അല്ലെങ്കിൽ നന്മയാണോ തിന്മയാണോ. അപ്പോൾ അതാണ് കർമാനുസാരം. നമ്മുടെ കർമ്മത്തിനനുസരിച്ച് നാം ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് അതാണ് കർമാനുസാരം. നവാനി ശരീരാണി, നവാനി പുതിയ ബഹുവചനമാണ്. നവാനി ശരീരാണി, അവിടെ ശരീരവും അത് പിന്നെ ബഹുവചനം തന്നെ പറഞ്ഞു. ശരീരത്തിന് വിശേഷിപ്പിക്കുന്നതാണ് നവാനി, അതുകൊണ്ട് അത് ബഹുവചനം തന്നെ പറഞ്ഞു. നവാനി ശരീരാണി, നവങ്ങളായ പുതിയ ശരീരങ്ങളെ ധരിക്കുന്നു. ഇവിടെ ദ്വിതീയ ബഹുവചനമാണ്. ധരിക്കുന്നു, പുതിയ ശരീരങ്ങളെ ധരിക്കുന്നു. ഇപ്പോൾ പുനഃ കർമാനുസാരം നവാനി ശരീരാണി ധാരയതി. ആത്മാവ് പുനഃ വീണ്ടും എന്ത് ചെയ്യും? ഒരു ശരീരം കഴിഞ്ഞ് ഇപ്പോൾ മനുഷ്യർ എന്ത് ചെയ്യുക? എപ്പോഴും ജീവിച്ചിരിക്കുകയില്ല. കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരം അങ്ങ് നശിക്കുന്നു, മരണം സംഭവിക്കുന്നില്ലേ? നശിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരം മാത്രമേ അങ്ങോട്ട് മാറ്റി പോകുന്നുള്ളൂ. പക്ഷേ അതിനുള്ളിലുള്ള ആത്മാവ് എന്നുള്ളൊരു സാധനമുണ്ട്. അതാണ് എന്ത് ചെയ്യും? പുനഃ വീണ്ടും കർമാനുസാരം നവാനി ശരീരമാണ്. കർമ്മത്തിന് നമ്മൾ ചെയ്യുന്ന ആൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള വേറൊരു ശരീരം. ആ ആത്മാവ് അതിനെ ഉപേക്ഷിച്ച് പോകുന്നു. ഈ ശരീരത്തെ ആത്മാവ് ഉപേക്ഷിച്ച് പോയിട്ട് എന്ത് ചെയ്യുന്നു? നവാനി ശരീരാണ്, പുതിയ ശരീരങ്ങളെ ധരിക്കുന്നു, പുതിയ ശരീരങ്ങളിലേക്ക് കയറുന്നു എന്നർത്ഥം. യഹ നരഹ മോക്ഷപ്രാപ്തി സ്വലക്ഷ്യം കരോതി. അപ്പം ഇതിനകത്തൊരു പിന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. വല്ല മനസ്സിലായോ? വാസാംസി ജീർണാനി യഥാവിഹായ. നമ്മളൊരു വസ്ത്രം ധരിക്കുന്നു, വസ്ത്രം കുറേ നാൾ കഴിയുമ്പോൾ അതങ്ങ് കീറി പൊളിഞ്ഞ് ജീർണിച്ചു പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അത് ഉപേക്ഷിക്കും അല്ലേ? പിന്നെ അത് കൊണ്ട് നടക്കുമോ? ഇല്ല. അപ്പോൾ ജീർണാനി വിഹായ, കളഞ്ഞിട്ട് എപ്പോഴാണോ ആ ജീർണിച്ച വസ്ത്രം കളയുന്നത്, നമ്മൾ എന്ത് ചെയ്യും? നവാനി ഗൃഹ്ണാതി, നവങ്ങളായ പുതിയവ ഗൃഹ്ണാതി സ്വീകരിക്കുന്നു. പഴയത് കളഞ്ഞിട്ട് പുതിയവ സ്വീകരിക്കുന്നു. ആരാണ്? നരഹ, മനുഷ്യർ. അതുപോലെ തഥാ ശരീരാണി വിഹായ, ജീർണാനി ശരീരാണി വിഹായ, ജീർണിച്ച ശരീരം എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് മരിക്കാറായ ആ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ആത്മാവ് എന്ത് ചെയ്തു? അന്യാനി, മറ്റുള്ള നവാനി, പുതിയ ശരീരങ്ങളിലേക്ക് പോകുന്നു. അതാണ് സംയാതി നവാനി ദേഹി. ദേഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവെന്നാണ്. ദേഹവും ദേഹം നമ്മുടെ ശരീരം, അതിനുള്ളിലുള്ളതാണ് ദേഹി. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നവാനി ശരീരാണി ധാരയതി. അപ്പം മനസ്സിലായി എങ്ങനെയാണ് നമ്മുടെ ആത്മാവ് നമ്മളിൽ നിന്നും വിട്ടുപോകുന്നത് എന്നുള്ളത്. യഹ നരഹ മോക്ഷപ്രാപ്തി സ്വലക്ഷ്യം കരോതി. യഹ, യാതൊരു നരനാണോ, നരഹ മനുഷ്യ, മോക്ഷപ്രാപ്തിക്ക് വേണ്ടി സ്വലക്ഷ്യം, എൻ്റെ ലക്ഷ്യം എന്താണ്? എനിക്ക് നല്ല മോക്ഷപ്രാപ്തി വേണം. കരോതി, അങ്ങനെ ചെയ്യുന്നവൻ. യഹ വന്നതോടെ സഹ വന്നു. അവൻ സാംസാരിക ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പം ജീവിതത്തിലുള്ള കുറേ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് പിന്നെ നമ്മൾ അച്ഛൻ അമ്മ അങ്ങനെ കുടുംബം ഒരു ഇതുണ്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും എന്താ ആവശ്യം? ഇന്നത്തെ കാലത്ത് എന്താ ആവശ്യം? അവർക്ക് വിഷമിക്കാനും എപ്പോഴും അവർക്ക് കാശ് ധാരാളം വേണം, സുഖങ്ങൾ വേണം, പല സുഖങ്ങൾ വേണം, മറ്റുള്ളവരെ പോലെ എനിക്കും ആകണം എന്നുള്ള ചിന്ത മനുഷ്യനുണ്ട്. അപ്പോൾ അങ്ങനെ ബന്ധിച്ചിട്ട് ബന്ധനാൻ ദ്വിതീയ ബഹുവചനം, ബന്ധനങ്ങളെ തെക്വ, ആ ബന്ധനങ്ങളെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് ആഗ്രഹിക്കരുത്. ആഗ്രഹം വേണം, പക്ഷേ മറ്റുള്ളവരെ കൊന്നും പിടിച്ചു കുറച്ചും എല്ലാം ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും, ധാരാളം കാണാറുണ്ട് ഇപ്പം. അപ്പോൾ അങ്ങനെ സാംസാരിക ബന്ധന തെക്വ, അത് അപ്പോൾ സുഖം വേണം എന്നുള്ള പറയുന്നവർക്കല്ലേ ഇതൊക്കെ ആവശ്യം. ഭയങ്കര സുഖം വേണം, ഞാൻ മൂല്യം ഇതായിട്ട് ജീവിക്കണം എന്നൊക്കെ, അങ്ങനെയുള്ള അങ്ങനെ സാംസാരിക ബന്ധനങ്ങളെല്ലാം ത്യജിച്ചിട്ട് മുക്തോ ഭവതി, മുക്തനാകുന്നു. ആരാണ് അങ്ങനെ മുക്തനാകുന്നത്? യഹ നരഹ മോക്ഷപ്രാപ്തി വേണം എന്ന് ആഗ്രഹിക്കുന്നവൻ ഇങ്ങനെ ആയിരിക്കണം എന്നാണ്. ജീവിക്കണ്ടെന്നില്ല, പക്ഷേ നമ്മൾക്ക് ജീവിക്കേണ്ട രീതിയിൽ ജീവിക്കുക. പിടിച്ചു പറിച്ചും മറ്റുള്ളവരെ ആഗ്രഹിച്ചും മറ്റുള്ളവരെ കൊന്നും ഇതൊക്കെ ചെയ്ത് ജീവിക്കാതെ നമ്മുടെ
കർമാനുസാരം നല്ല കർമ്മം ചെയ്ത് ജീവിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മോക്ഷം ലഭിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. നമ്മൾ പറയുന്നത് ആത്മാവിന് ഒരിക്കലും മരണമില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ആത്മാവിന് ഒരിക്കലും മരണമില്ല, നമ്മുടെ ശരീരമാണ് നശിച്ചു പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആത്മാവ് നേരത്തെ പറഞ്ഞതുപോലെ പഴയ വസ്ത്രം വച്ച് പുതിയ വസ്ത്രം ധരിക്കും പോലെ നമ്മൾ ആത്മാവ് എന്ത് ചെയ്യുന്നു, പഴയ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പുതിയ ശരീരത്തിൽ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ആ പാസേജിൽ ഫുള്ളും ആയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.